ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. 2 കപ്പ് ചോറും ഒരു കോഴിമുട്ടയും വെച്ചിട്ട് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന അതേ രീതിക്ക് പൊറോട്ട എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ കണ്ടോ ഈ സ്നേക്ക് ഫ്ലവർ നല്ല ഭംഗിയിൽ കാണാൻ. അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ ഷോർട്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ എല്ലാവരും പോയിട്ട് അതൊക്കെ ഒന്ന് കാണട്ടോ. അപ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചോറ്, ബാക്കി വന്നിട്ടുള്ള ചോറാട്ടോ, ഇന്നലത്തെ ചോറാണ്. അപ്പോൾ ഫ്രഷ് ചോറ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ചോറ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു കോഴിമുട്ട, 1-2 കോഴിമുട്ട എടുക്കാം. ഞാനിവിടെ ഒരു കോഴിമുട്ട ഉള്ളൂ. ഒരു കോഴിമുട്ട ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് അല്പം വെള്ളം ചേർത്തിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം 1-2 ടീസ്പൂൺ മാത്രം ആഡ് ചെയ്താൽ മതി. ഈ കോഴിമുട്ടയുടെ വെള്ളയും അതുപോലെ ചോറ്, ഇപ്പോൾ തലേന്നകത്തെ ചോറൊക്കെയാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ ചോറ്. അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക കേട്ടോ. ഇനി ഉപ്പ് കൂടി ആഡ് ചെയ്തെടുത്തതിന് ശേഷം അത് പെട്ടെന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ നല്ല ഫൈനായിട്ട് വേണം അരച്ചിട്ടെടുക്കാൻ. അപ്പോൾ വെള്ളം കൂടാണ്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി ഒരു ബൗളിലോട്ട് കൊട്ടിക്കൊടുക്കുക. അപ്പോൾ കൊട്ടിക്കൊടുക്കുമ്പോൾ വീഴാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ കൈ വെച്ചിട്ടൊന്ന് വടിച്ചിട്ട് ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് മൈദപ്പൊടിയാണ്. അപ്പോൾ മൈദമാവ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച്, അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അപ്പോൾ 2 കപ്പ് ചോറിന് ഇപ്പോൾ ഒരു 3 കപ്പോളം മൈദമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ടാകും. ഞാനിങ്ങനെ ബോട്ടിൽ നിന്ന് കൊട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു ചോറ് അരച്ച മാവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം കൂടാണ്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞത് ഇതുകൊണ്ടാണ്. വെള്ളം കൂടി കഴിഞ്ഞാൽ നമ്മൾ മൈദമാവ് ഒരുപാട് ചേർക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ വെള്ളം കൂടാണ്ട് ഫൈനായിട്ട്, ചില മിക്സിയുടെ ഒക്കെ രീതിക്കനുസരിച്ചായിരിക്കും നമ്മൾ അരച്ചെടുക്കുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി മാവൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഒരു കൗണ്ടർ ടോപ്പിലോട്ട് അല്പം മൈദമാവൊക്കെ തൂവി കൊടുത്തതിന് ശേഷം നമ്മുടെ മാവ് അതിലോട്ടൊന്ന് ജസ്റ്റ് ടിപ്പ് ചെയ്തെടുത്തതിന് ശേഷം മയത്തിലിങ്ങനെ ഒന്ന് കുഴച്ചെടുത്ത് ഒരു കത്തി വെച്ചിട്ട് 2 പാർട്ടാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ ബൗളാക്കിയതിന് ശേഷം ഒരു കത്തി എടുത്തിട്ട് ഇതുപോലെ ആക്കിയിട്ട് 2 സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഒന്നെടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഓയിലൊക്കെ ഒന്ന് തടവി കൊടുത്ത് ഒരു ബൗള് പിടിക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം ബൗളാക്കി മാറ്റി വെച്ച് രണ്ടാമത്തെ ബോളും ഒന്ന് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ട് ഒന്ന് ബോളാക്കി പിടിച്ചിട്ടൊന്ന് മാറ്റി വെക്കുക. അപ്പോൾ ഇനി അധിക സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എണ്ണ തൂവി കൊടുത്ത് ശീലമിട്ട് വെക്കുക, നനഞ്ഞ് തോർത്ത് വെക്കുക ഒന്നും ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇത് 2 ബോൾ ഇവിടെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് പൊടി കൂടി ഒന്ന് വെതറി കൊടുത്തതിന് ശേഷം ഒരു ബൗൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്നുകൊണ്ട് നന്നായിട്ട് നൈസാക്കി ഒന്നുകൊണ്ട് പരത്തട്ടോ. അപ്പോൾ ഈ ഒരു പൊറോട്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വീശി അടിക്കുക ഒന്നും ആവശ്യമില്ല, അധികം കുഴക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് എളുപ്പത്തിൽ ഈസി ആയിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് പൊറോട്ട ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു സ്റ്റിക്കോ ഉടക്കോലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അല്പം പൊടിയൊക്കെ ഒന്ന് വെതറി കൊടുത്തതിന് ശേഷം നന്നായിട്ട് നൈസാക്കി പരത്തിയെടുക്കുക. അപ്പോൾ വീശേണ്ടെന്ന ആവശ്യമില്ല. അപ്പോൾ വീശാൻ അറിയാത്തവർക്കൊക്കെ എളുപ്പത്തിൽ ഒരു പൊറോട്ട തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കിയാൽ മതി. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണുക, എങ്കിലേ ഇതുപോലെയൊക്കെ തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കട്ടോ. തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. പൊറോട്ട ഉണ്ടാക്കാൻ അറിയില്ല എന്ന് ഇനി ആരും പറയരുത്. അപ്പോൾ അതവിടെ പരത്തി തീർന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് ചുരുട്ടി റോളാക്കി നമുക്ക് ആവശ്യത്തിലുള്ള വലുപ്പത്തിൽ മുറിച്ചെടുത്തിട്ട് ജസ്റ്റ് കൈക്കൊണ്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് ഒന്നിങ്ങനെ വിടർത്തി കൊടുക്കേണ്ടത് താമസമുള്ളത്. നമുക്ക് ചുറ്റിയെടുക്കുക അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളി സാധാരണ നമ്മൾ പൊറോട്ട അങ്ങനെ ചുറ്റിയെടുക്കുന്ന ആ ഒരു രീതിക്ക് തന്നെ ആയിട്ടുണ്ട് അല്ലേ. ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓരോ ബോൾസ് എടുത്തിട്ട് കൈ വെച്ചിട്ടോ കോയിൽ വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് പരത്തിയെടുത്താൽ ഈ ഒരു ഷേപ്പിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നേരെ നമുക്കിത് ചുടുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഞാൻ സ്പീഡാക്കി കാണിക്കട്ടെ. വീഡിയോ ഇങ്ങനെ ലെങ്ത്തായി പോകുമ്പോൾ നമുക്കൊരു വെറുപ്പിക്കലല്ലേ. അപ്പോൾ ഓരോന്നായിട്ട് ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടെടുത്ത് അല്പം ഓയിലൊക്കെ തൂവി കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു 4-5 എണ്ണമൊക്കെ ആയതിനു ശേഷം നമുക്കൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ നല്ല സൂപ്പർ പൊറോട്ട ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. എന്താ സ്മെല്ല്! ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും രുചിയും സ്ട്രക്ചറൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. വാവ്!
നല്ല സൂപ്പർ പൊറോട്ട ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു. അപ്പോൾ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. അപ്പോൾ തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ പൊറോട്ടയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു അടിപൊളി ചിക്കൻ കറി കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. സാധാരണ ചിക്കൻ കറി തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ അടിക്കുന്ന ഒന്നുകൂടി സ്ലോ മോഷനിൽ കാണിക്കാം. ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഇനി പൊറോട്ട അടിക്കാനറിയില്ല എന്നാലും പറയരുത്, വളരെ സിമ്പിളല്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി. ഇപ്പോൾ ഇനി ആരും പൊറോട്ട ഒന്നും തയ്യാറാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് പെട്ടെന്ന് ചപ്പാത്തി ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ മറക്കണ്ട, അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ. നിങ്ങളുടെ റിലേറ്റീവ്സിന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക കേട്ടോ. ലൈക്ക് അടിക്കാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.